ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓണമൊരുക്കാനുള്ള തിരക്കിലേക്ക് കടക്കുകയാണ് മലയാളികൾ. മുൻ കൊല്ലങ്ങളിലെ പോലെ വിലക്കയറ്റമില്ലാത്ത ഒരു ഓണവിപണിയാണ് സർക്കാർ ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. കാണം വിൽക്കാതെയും ഓണമുണ്ണാമെന്ന പുതിയ പഴഞ്ചൊൽ തീർക്കുകയാണ് പുതുമലയാളം. കേന്ദ്ര സർക്കാർ നിരന്തരം കേരളത്തെ പ്രതിസന്ധിയിലാക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഒരു ജനതയെ ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഓണം മലയാളികൾ ആഘോഷിക്കുന്നത്. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നൂറായിരം കരങ്ങളാൽ ഓണപ്പൂക്കൾ അർപ്പിക്കുകയാണ് നന്മ മലയാളം. ഇപ്പോൾ ഈവനിംഗ് ഡിബേറ്റിൽ ഓണവിപണിയുമായി ബന്ധപ്പെട്ട് ഓണവിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചാ പരിപാടിയാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ മുൻകൂറായി മിനിസ്റ്റർക്ക് ഒരു ഓണാശംസകൾ അർപ്പിക്കുകയാണ് കൈരളി. ഇവിടെ നമുക്കറിയാം, ഒരു വല്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാടിൻ്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഓണാഘോഷ പരിപാടികൾ ഇല്ലെങ്കിലും ജനങ്ങൾക്ക് സമൃദ്ധമായി സന്തോഷകരമായി ഓണം ആഘോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിപണിയിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഈ യാത്രയിൽ മാധ്യമങ്ങളിൽ നമ്മൾ ചാനലിലൂടെ സർക്കാർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച്, സർക്കാർ നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും പൊതുവായ ചർച്ചകളിലടക്കം, സാധാരണ യാത്രകളിലടക്കം പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ സർക്കാർ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതി. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കേന്ദ്ര സർക്കാർ 24,000 കോടി തരാനുണ്ട്. ഏറ്റവും ഒടുവിലായി 3,000 കോടി ഓണം സമയത്ത് പോലും വെട്ടിയ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഒരു ഓണത്തെ മനോഹരമായി താങ്കളുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെ കഴിയുന്നു ഈ ഓണക്കാലത്ത് ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് മലയാളിക്ക് നല്ലൊരു ഓണം കാഴ്ചവെക്കാൻ? ജനങ്ങളോടുള്ള ഏറ്റവും അടുത്ത പ്രതിബദ്ധതയാണ് ഇടതുപക്ഷ സർക്കാർ. ഈ ഓണത്തിന് നിരവധി പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് നമുക്കെപ്പോഴും എതിരാണ്. സാധാരണ ഉത്സവ നാളുകൾ, ദേശീയ ഉത്സവ സമയത്ത് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കാറുള്ളത്. ഓണം നമ്മുടെ ദേശീയ ഉത്സവത്തിന് ആ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അധികമായി അരി നൽകണമെന്ന ആവശ്യം നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതിനൊരു പരിഹാരവും ഉണ്ടായില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പമാണ് വയനാട് ദുരന്തം നമുക്കുണ്ടാക്കിയ പ്രയാസങ്ങൾ. ഇതിനിടയിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഓണക്കാലത്ത് ഏറ്റവും അധികം ആവശ്യം, തിരക്കും വരുന്നത് ഭക്ഷ്യസാധനങ്ങൾക്കാണ്. അതിനാണ് വില വർദ്ധിക്കാറുള്ളത്. ആ വില വർധനവ് ഉണ്ടാകാതിരിക്കാൻ, വിലക്കയറ്റത്തിൻ്റെ ഭീതിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് അതിനനുസൃതമായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രാധാന്യമേറിയ ഒന്ന്, പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വെള്ള നീല കാർഡ് ഉടമകൾ, ഏകദേശം 53 ലക്ഷം കാർഡ് ഉടമകൾ വരും. ആ 53 ലക്ഷം കുടുംബങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന് പുറമെ 10 കിലോ അരി നമുക്ക് 10 രൂപ 90 പൈസയ്ക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ 10 രൂപ 90 പൈസയ്ക്ക് വാങ്ങുന്ന അരി ഈ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്നത് നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ചമ്പാവരിയാണ്. അതേ അരിയാണ് നമുക്ക് റേഷൻ കടകളിലൂടെ 55 രൂപയോളം വില വരുന്ന അരിയാണ് 10 രൂപ 90 പൈസയ്ക്ക് ഈ കാർഡ് ഉടമകൾക്ക് നൽകാൻ കഴിയുന്നത്. അതോടൊപ്പം മുൻഗണനാ കാർഡുകാരായിട്ടുള്ള 47 ലക്ഷത്തോളം വരും. അത്തരം കുടുംബങ്ങൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട അരിവിഹിതത്തിൽ 50% ഈ വില കൂടിയ ചമ്പാവരി നമുക്ക് വാങ്ങാനുള്ള അവസരം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ആ നിലയിൽ വില വർധനവ്, വിശേഷിച്ചും അരിയുടെ വില വർദ്ധിപ്പിക്കാൻ ഇടയില്ലാത്ത വിധം ഫലപ്രദമായ ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഒപ്പം മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം,
സാധാരണഗതിയിൽ ഓണനാളുകൾ, ഓണക്കാലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷാവസരങ്ങളിൽ കേന്ദ്ര സർക്കാർ അതാത് സംസ്ഥാനങ്ങൾക്ക് ചില സഹായങ്ങൾ നൽകാറുണ്ട്. അത് ധാന്യത്തിൻ്റെ രൂപത്തിലായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമഗ്രികളുടെ രൂപത്തിലായാലും. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ 8 വർഷക്കാലമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഓണം കാലത്ത്, അതായത് LDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഒരു മണി അരിയുടെ സഹായം, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചാണ്, 1 മണി അരിയുടെ സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. വല്ലാത്ത വിരോധമാണ്. ഈ ഓണക്കാലത്ത് പോലും, ഈ വലിയ ദുരന്തമുഖത്ത് നിന്നിട്ട് പോലും ഒരു സഹായവും വയനാടിന് പോലും ഈ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. അതെ, വളരെ വളരെ ശരിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി നേരിട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ട് കഴിഞ്ഞ വർഷം തന്നെ ആവശ്യപ്പെട്ടത് എന്താ, നമുക്ക് ഒരു 5000 മെട്രിക് ടൺ അരി കൂടി നൽകണമെന്നാണ്. ആദ്യം അതിന് അനുകൂലമായിട്ടുള്ളൊരു വർത്തമാനമൊക്കെ നടത്തിയെങ്കിലും കാര്യങ്ങളോട് അടുത്തപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയാത്ത വലിയ വിലയാണ് അതിന് ചുമത്തി അവർ നമ്മളെ അറിയിച്ചത്. അപ്പോൾ നമുക്ക് നൽകുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ ആ വിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അധികമായി അരി നൽകേണ്ടതാണ്. വിശേഷിച്ചും ഇതുപോലുള്ള ഉത്സവ നാടുകൾ, ഓണം, റംസാൻ, ക്രിസ്മസ് ഇതുപോലുള്ള ഉത്സവ നാടുകളിൽ, പ്രളയം, അങ്ങനെ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആ സമയത്ത് സംസ്ഥാനങ്ങളെ സഹായിക്കുക, വിശേഷിച്ചും ഭക്ഷ്യധാന്യം നൽകി സഹായിക്കുക എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നയമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 8-10 വർഷക്കാലമായി കേരളത്തിന് അത്തരം ഒരു സഹായം ലഭിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരവസ്ഥ. എന്നുമാത്രമല്ല, കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് നൽകിയ അരിയുടെ വില വാങ്ങിയവരാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇത്തവണയും ഓണത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ 1 മണി അരി പോലും ഇതുവരെ ഈ കേരളത്തിൻ്റെ ദുരന്തം അനുഭവിച്ച വയനാടിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ നൽകാൻ തയ്യാറായിട്ടില്ല. എന്നുമാത്രമല്ല, OMS സ്കീം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ FCI ഗോഡൗണുകളിൽ അധികമായുള്ള അരിയും ഗോതമ്പും ലേലത്തിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് രാജ്യത്തുള്ളത്. അത് ഓരോ വർഷവും 2-3 തവണ അത്തരം ലേലത്തിൽ കൊടുക്കാനും ആ ലേലത്തിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുന്ന അവസരം കേന്ദ്ര ഗവൺമെൻറ് നൽകുകയുണ്ടായി. വളരെ രസകരമായ സംഭവം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പാണ് ആ അവസരം സംസ്ഥാന സർക്കാരുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നൊരു രീതി ഉണ്ടായത്. പൂർണ്ണമായും സ്വകാര്യ ഉടമകൾക്ക്, സ്വകാര്യ മുതലാളിമാർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റോ സപ്ലൈകോയോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ആ ലേലത്തിൽ പങ്കെടുത്ത് ന്യായവിലയ്ക്ക് അരി വാങ്ങാനുള്ള അവസരം നിഷേധിച്ച നിലപാടാണ്. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ 2 തവണ കേന്ദ്രമന്ത്രിയെ കാണുകയുണ്ടായി. എന്നാൽ അവർ വഴങ്ങിയില്ല. പുതിയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യമന്ത്രിയും അതിന് തയ്യാറായി. അവർക്കത് ബോധ്യപ്പെട്ട് നമുക്ക് OMS സ്കീമിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പങ്കെടുക്കാൻ അവസരം നൽകി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ ഗോഡൗണുകളിലും, കേരളത്തിലെ കഴക്കൂട്ടം ഒഴികെയുള്ള എല്ലാ ഗോഡൗണുകളിലും ക്വാളിറ്റി കൺട്രോളർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ കേടായ അരിയാണ് ഈ OMS സ്കീം അനുസരിച്ച് ലേലത്തിന് വെച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അതിൽ പങ്കെടുത്തില്ല എന്ന് വിമർശനം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കേട് മാറ്റി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള കഴക്കൂട്ടത്തെ ഡിപ്പോയിൽ 200 ടൺ അരിക്ക് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്ത് അതെടുത്ത് മിൽക്ക് ക്ലീൻ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ആദ്യം ധരിച്ചത്. പക്ഷേ അതിൻ്റെ സ്ഥിതി എന്താ? 26 രൂപയ്ക്ക് നൽകിയിരുന്ന അരി 31 രൂപയാക്കി. അതിന് ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജും ചിലവും അതുപോലെ മറ്റ് മിൽക്ക് ക്ലീനിൻ്റെ ചിലവും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 37 രൂപയിലധികം 1 കിലോ അരിക്ക് ചിലവാകുന്ന അവസ്ഥയാണ് ഈ FCIയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വില കുറച്ച് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഞാനീ പറഞ്ഞത്, ഇതെല്ലാം അറിയുന്ന കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൻ്റെ ഉത്സവ നാളിൽ അത്തരം സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിലവർധനവിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാൻ അവർക്ക് ന്യായവിലയ്ക്ക് അരി നൽകാനുള്ള നടപടി സ്വീകരിക്കണ്ടേ? അത്തരം സ്വീകരിച്ചില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ ഒരു അനുഭവം എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലടക്കം കേരളത്തെ വല്ലാതെ തഴയുന്ന ഒരു നിലപാട്
കൃത്യമായി ഓണക്കാലങ്ങളിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയങ്ങളിൽ നൽകേണ്ട ധാന്യങ്ങൾ നൽകുന്നില്ല. ഒപ്പം തന്നെ സാമ്പത്തികമായി തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലും വളരെ മെച്ചപ്പെട്ട ഒരു ഓണമാണ് മലയാളികൾക്കായി സംസ്ഥാന സർക്കാർ നൽകാൻ പോവുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് സപ്ലൈകോയുടെ മൊത്തത്തിലുള്ള ഒരു ഓണ വിപണിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ, എത്രയധികം ഔട്ട്ലെറ്റുകൾ, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് റേഷൻ കടകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്? 14,000-ത്തിലധികം വരുന്ന റേഷൻ ഷോപ്പുകളിൽ കൃത്യമായി എല്ലാ ഷോപ്പുകളിലും അരി വിതരണത്തിനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമായിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസം ഓണത്തിന് 14-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ കുടുംബങ്ങൾക്കും അത്തരം ഷോപ്പുകളിൽ നിന്ന് ഈ മാസത്തെ അരി വിഹിതം അവർക്ക് കൈപ്പറ്റാൻ കഴിയും. അതിനുള്ള തയ്യാറെടുപ്പുകൾ കാലേകൂട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വലിയ വിലയുള്ള ചമ്പാവരി അടക്കം 10 രൂപ 90 പൈസയ്ക്ക് ഇത്തരം ഷോപ്പിൽ നിന്ന് ലഭ്യമാകുന്ന തരത്തിലുള്ള നടപടി ആയിട്ടുണ്ട്. 2 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഏകദേശം 1600-ലധികം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ നടത്തി വരുന്നതുണ്ട്. ആ ഔട്ട്ലെറ്റുകൾ അതിലൂടെ കുറച്ച് പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സാമ്പത്തിക പ്രയാസം കൊണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ വിൽപ്പനയെ ബാധിച്ചിരുന്നു. എന്നാൽ ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേക ഇടപെടലിൻ്റെ ഫലമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 13 സബ്സിഡി ഉൽപ്പന്നങ്ങളടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ നിശ്ചയിച്ച് നടപ്പാക്കുന്ന നിലപാട് സ്വീകരിച്ചു. കൂടാതെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം പ്രമാണിച്ചുകൊണ്ടുള്ള പ്രത്യേക ചന്തകൾ തുടങ്ങിയിട്ടുണ്ട്. 10-ാം തീയതി നാളെ എല്ലാ നിയോജകമണ്ഡലം താലൂക്ക് കേന്ദ്രങ്ങളിലും സ്പെഷ്യൽ ചന്തകൾ നാളെ ആരംഭിക്കും. ആ നിലയിൽ ഓണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ ആണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും കുടുംബശ്രീ, ഇങ്ങനെ കേരളത്തിൻ്റെ സർക്കാർ സംവിധാനത്തിൻ്റെ ബന്ധങ്ങളുള്ള എല്ലാ സ്ഥാപനങ്ങളും മലയാളിയെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടാതെ ന്യായവിലയ്ക്ക് സാധനം വാങ്ങിക്കാനുള്ള സൗകര്യം കേരളത്തിലെമ്പാടും ഒരുക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഓണത്തിന് സാമ്പത്തികമായി വലിയ ലാഭം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. മറ്റൊന്ന്, 1500-ലധികം രൂപയിൽ അധികം വില വരുന്ന ഉൽപ്പന്നങ്ങൾ, 13 ഉൽപ്പന്നങ്ങൾ, അത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവിന് 900 ഇഷ്ടം രൂപയാകുള്ളൂ. എന്ന് പറഞ്ഞാൽ 500-ലധികം രൂപ ഒരു 13 ഉൽപ്പന്നങ്ങളുടെ ആ ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ ഒരു കുടുംബത്തിൽ ലഭിക്കുകയാണ്. ഇത് കേരളത്തിലെ BPL കുടുംബങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും, ഏത് തരത്തിലുള്ള കാർഡുകാർക്കാണെങ്കിലും, വെള്ളക്കാർഡിനാണെങ്കിലും മഞ്ഞക്കാർഡിനാണെങ്കിലും എല്ലാ കുടുംബങ്ങൾക്കും കാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ കാർഡ് ഏത് കുടുംബത്തിനും അവർക്ക് ഇത്തരം ഷോപ്പിൽ നിന്ന് വാങ്ങാൻ അവസരം കൊടുക്കുകയാണ്. ആ നിലയിലുള്ള സംവിധാനം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കേരളം വിട്ടുള്ള ഏത് സ്റ്റേറ്റിലാണ് ഇത്തരത്തിലുള്ള സബ്സിഡിയിലൂടെ സ്ഥിരമായി എല്ലാ പേർക്കും ലഭിക്കുന്ന സാഹചര്യമുള്ളത്? നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ മെച്ചം നമുക്ക് നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അതിൽ അഭിമാനിക്കാൻ കഴിയുന്നില്ല പലർക്കും. നമ്മുടെ ആളുകളുടെ ധാരണ എന്താ? ഇത് എല്ലായിടത്തും ലഭിക്കുന്നത് പോലെ. കേരള അതിർത്തി വിട്ടാൽ പൊതുവിതരണ സംവിധാനം ഇതുപോലെ 100% കുടുംബങ്ങളെയും ചേർത്ത് നിർത്തുന്ന നിലപാട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് നയം തന്നെ മുൻഗണനാ വിഭാഗത്തിന് മാത്രമായി ഇത്തരം കാര്യങ്ങൾ പരിമിതപ്പെടുത്തിയ നിലപാടല്ലേ? എന്നാൽ കേരളത്തിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കൊടുക്കുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണെങ്കിലും കൺസ്യൂമർ ഫെഡിലൂടെ ആണെങ്കിലും ജനങ്ങൾക്ക്, എല്ലാ കുടുംബങ്ങൾക്കും ന്യായവിലയ്ക്ക് സാധനം വാങ്ങാനുള്ള 365 ദിവസവും ആ സൗകര്യം ലഭിക്കുകയല്ലേ? അപ്പോൾ ആ സൗകര്യങ്ങളാണ് ഈ കേരളത്തെ വിലവർധനവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം അതിന് ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ്. എല്ലാ സുഹൃത്തുക്കളും അറിയേണ്ടുന്നത്, കൈരളിയിലെ പ്രേക്ഷകരെല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യം, ഇതുവരെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷത്തെ പിണറായി സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും കടകൾ അടച്ചിടണം എന്നുള്ള ആഗ്രഹമുള്ളവരല്ല. കടകൾ എന്നേക്കുമായി നഷ്ടമാണ്, പ്രയാസമാണ്, സാമ്പത്തിക ദുരിതമാണെന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടാനുള്ള തീരുമാനം എടുത്തവരല്ല. ഈ ഗവൺമെൻറ് വന്ന 3 വർഷത്തിനുള്ളിൽ 96-ലധികം കടകളാണ് പുതുതായി ആരംഭിച്ചത്. ഈ ഓണക്കാലത്ത് 2 കടകൾ ഞാൻ തന്നെ ഈ ഓണക്കാലത്ത് ഉദ്ഘാടനം ചെയ്തു. നാളെ 2 കടകൾ കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ഓണത്തിനും അതുപോലെ ഏത് ഘട്ടവും നോക്കാതെ പുതിയ കടകൾ തുറന്നുകൊണ്ട് ജനങ്ങൾക്ക് പുതിയ അവസരം ചില പ്രദേശങ്ങൾ നൽകിക്കൊണ്ട് വ്യാപകമായി ജനങ്ങളെ സഹകരിപ്പിക്കുന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിക്കുന്നത്.
ശരി മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. താങ്കൾക്ക് ഉദ്യോഗസ്ഥ സംവിധാനം വഴി കൃത്യമായി എങ്ങനെയാണ് ഈ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കൃത്യമായി അതിൻ്റെ ഏകോപനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ വിവിധ ജില്ലകളിലെ പ്രതിനിധികൾ പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുകയാണ്. സുലേഖ, നിലവിൽ തലസ്ഥാന നഗരി ഒരു സൂചകമാണ്. തലസ്ഥാന നഗരിയിൽ എങ്ങനെയാണ് ഈ ഓണവിപണി പൊടിപൊടിക്കുന്നു? ഒപ്പം തന്നെ മന്ത്രി GR അനിൽ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് കൂടി അറിയേണ്ടതുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം. കാരണം നമ്മൾ കണ്ടതാണ് മുൻ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. ജനങ്ങളൊക്കെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ വരുന്നില്ല, വില കൂടുതലാണ് എന്നുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ എന്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സുലേഖ? സിജു, എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് ജില്ലാ തലത്തിലുള്ള സപ്ലൈകോയുടെ ഈ ഓണച്ചന്തയിൽ കാണുന്നത്. നമുക്ക് ഈ വിവര പട്ടിക നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ വിവര പട്ടിക ഇവിടെ കൃത്യമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിലവര പട്ടിക നോക്കുന്ന സമയത്ത് 115 രൂപയാണ് ഈ ചെറുപയറിന് നോൺ സബ്സിഡി വില. അത് സബ്സിഡി ഇനത്തിൽ 94 രൂപയ്ക്ക് നൽകുന്നു സപ്ലൈകോ. അതിനൊപ്പം തന്നെ 137 രൂപയാണ് ഉഴുന്നുപരിപ്പിന്. അത് 97 രൂപയ്ക്കാണ് സബ്സിഡി ഇനത്തിൽ ഈ സപ്ലൈകോയിൽ ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ പറയുക തുവരപ്പരിപ്പ് 185 രൂപയാണ്. അത് 113 രൂപയ്ക്കാണ് സബ്സിഡി വിലയിൽ നൽകുന്നത്. ഒപ്പം ഈ പഞ്ചസാര 46.10 രൂപയാണ് നോൺ സബ്സിഡി വില. അത് 36.76 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്നത്. അങ്ങനെ സബ്സിഡി ഇനത്തിലും വലിയ രീതിയിലുള്ളൊരു വിലക്കഴിവാണ് സപ്ലൈകോയിൽ ഉണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ ശബരി ഇനങ്ങളുടെ വിവര പട്ടികയും ഇത് നമ്മൾ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഈ വിലവര പട്ടിക സപ്ലൈകോ കൊടുക്കുന്ന വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കൊടുത്തു. പക്ഷേ ഈ സുലേഖ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് അവിടെ വലിയൊരു ക്യൂ, സിവിൽ സപ്ലൈസ് ക്യൂ, അതിന് മുന്നിലുള്ള ക്യൂ ആണ് നമുക്ക് ആദ്യം നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടത് തന്നെ. വലിയ തരത്തിലുള്ള ക്യൂ അവിടെയുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ അത്രയ്ക്ക് സിവിൽ സപ്ലൈസിനെ ആളുകൾ ആശ്രയിക്കുന്നുണ്ട്. അവിടുത്തെ വില വളരെ കുറവാണ്, പൊതുവിപണിയേക്കാൾ കുറവ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആളുകളുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായും വലിയൊരു ക്യൂ തന്നെയാണ് സിജു ഇവിടെ ഉള്ളത്. ഇത് ജില്ലാ തലത്തിലുള്ള തിരുവനന്തപുരത്തെ ജില്ലാ തലത്തിലുള്ള സപ്ലൈകോയുടെ ഓണച്ചന്തയിലുള്ള ക്യൂ ആണ്. ഈ നിൽക്കുന്നതിന് അപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ഇരിക്കുന്ന ആളുകളുടെ ക്യൂ ഉണ്ട്. ഇത് ടോക്കൺ അനുസരിച്ചാണ് ഇവിടെ ആളുകളെ കയറ്റിവിടുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഈ സപ്ലൈകോയിൽ അനുഭവപ്പെടുന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഓണച്ചന്തയുടെ അകത്തേക്ക് പോകേണ്ടതുണ്ട്. അകത്ത് സാധനങ്ങൾ വാങ്ങുന്ന വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധനങ്ങൾ ബില്ല് ചെയ്ത് ഇത്തരത്തിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പാക്കിംഗ് നടത്തുന്ന ഒരു സാഹചര്യമാണ്. തുടരുക മിനിസ്റ്റർ, ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങൾ, അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഇത്രയും നീണ്ട ക്യൂ കാണുമ്പോൾ താങ്കൾക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്, ഞങ്ങൾക്കുമുണ്ട് സന്തോഷം. ഇവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലയ്ക്ക് മുമ്പ് മലയാള ചാനലുകൾ, നമ്മുടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ടർ, ഇപ്പോൾ ഞാൻ സുലേഖയോട് ചോദിച്ച പോലെ തന്നെ റിപ്പോർട്ടറോട് ചോദിക്കുന്നു, ഒരു സിവിൽ സപ്ലൈസ് ഇതിൽ നിന്നുകൊണ്ട്, സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അവിടെ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ലൈവിൽ തന്നെ അവിടെ വാങ്ങാൻ വന്ന ഒരു സ്ത്രീ പറയുന്നു, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ വില കൂടുതലില്ല, നല്ല വിലക്കുറവാണ്, നല്ല സാധനമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ടിരുന്ന അതേ ആങ്കർ, അതായത് ചാനലിലെ ആങ്കർ ചോദിക്കുകയാണ്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇവിടെ ഏതൊക്കെയോ സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞത് ആളുകൾ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോയി ആ ദിവസം തീർന്നു എന്നുള്ളതാണ്. അവരപ്പോൾ മാറ്റിമറിക്കുകയാണ്, ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ അവിടെ സാധനങ്ങളുടെ അപര്യാപ്തതയുണ്ട്, ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ളൊരു മാധ്യമ നെറുകേട് കൂടി ആ കാര്യത്തിൽ വരികയുണ്ടായി. ഇങ്ങനെ വല്ലാത്തൊരു കള്ളത്തരങ്ങളുടെ മലവെള്ളപ്പാച്ചിൽ കൂടി ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ താങ്കളുടെ വകുപ്പ് നേരിടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കൂടി പ്രതിരോധിക്കുന്നത്, ഇത്തരം കള്ളത്തരങ്ങളെ കൂടി? ഞാൻ ചുമതലയെടുത്ത അന്ന് മുതൽ പൊതുവിതരണവുമായി ബന്ധപ്പെട്ടും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ സാധന ലഭ്യത വിഷയങ്ങളുമെല്ലാം ഒരുപാട് കുപ്രചരണങ്ങൾ കേട്ട ഒരാളാണ്. ശാന്തമായി അതെല്ലാം കേട്ട് വിഷയങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും മെച്ചപ്പെടുത്താൻ, അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ, അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കൂടുതലുണ്ടാക്കാൻ, അതിനെല്ലാം ഫലപ്രദമായ ഇടപെടലാണ് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തിക പ്രയാസങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് പിറകോട്ടടി ഉണ്ടായെങ്കിലും ഉത്സവ നാളുമായി ജനങ്ങൾ റോഡിലേക്ക് എത്തുന്ന അത്തരം ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിയെന്ന് ഈ ഓണത്തിലും എനിക്ക് പറയാൻ കഴിയും. ഞാൻ 5 ജില്ലാ കേന്ദ്രങ്ങളിലെ ഫെയറുകളിൽ നേരിട്ട്
ആ ക്യൂവിൽ നിന്ന ആളുകളുമായി അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ പോയതാണ്. അവിടെയെല്ലാം തന്നെ സഹോദരിമാർ വളരെ പോസിറ്റീവായിട്ടാണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ക്വാളിറ്റി നല്ലതാണെന്നുള്ള കാര്യം, വില കുറവിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഇത്തരം വിഷയങ്ങളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമുണ്ടായ ചില മാധ്യമങ്ങളുടെ പ്രതികരണം സപ്ലൈകോയിൽ വലിയ വില വർധനവാണെന്നാണ്. സപ്ലൈകോയുടെ വില വർധനവിനെ സംബന്ധിച്ച് അവർ സൂചിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ വാർത്തകളിൽ ജനങ്ങളുടെ ജീവിത അനുഭവത്തിൽ ആ വാർത്തയുമായി യാതൊരു ബന്ധമില്ലെന്ന് കണ്ടാൽ പിന്നെ നിങ്ങളെ വിശ്വസിക്കുമോ അവർ? അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു മിതത്വം പാലിച്ചുകൊണ്ട് പ്രതികരണം കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ ആ മാധ്യമ സുഹൃത്തിനോട് പറഞ്ഞതാണ്. ആ മാധ്യമ സുഹൃത്ത് തന്നെ നമ്മുടെ ഫെയറിൽ വെച്ച് സഹോദരിമാരോട് വിലയെക്കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീകൾ വളരെ പരുഷമായി തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്ന, നമ്മളാരും അവരുടെ വർത്തമാനമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്വാധീനിക്കുന്നതല്ലല്ലോ, പക്ഷേ അവർ തന്നെ ക്യൂവിൽ നിന്ന ആളുകൾ പരുഷമായി പ്രതികരിക്കുന്ന വാർത്ത നമ്മൾ കാണാനിടയായതാണ്. അതുകൊണ്ട് വസ്തുതയും യാഥാർത്ഥ്യങ്ങളും ഈ പ്രചരണവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ നാട്ടിലെ ഇത്തരം സംവിധാനങ്ങൾ സപ്ലൈകോ ആണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും ഇതുപോലുള്ള ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകൾ നിലനിന്നാൽ മാത്രമേ നമുക്ക് ന്യായവിലയ്ക്ക് സാധനം കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാകും. എന്നാൽ ഇത്തരം ഔട്ട്ലെറ്റുകൾ നിലനിൽക്കാനേ പാടില്ല, തകർന്നു പോകണം, ഇത് ഈ സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് സ്വാഭാവികമായും അതിന് ഒരുപാട് താല്പര്യമുണ്ട്. അത്തരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ താല്പര്യത്തിനനുസരിച്ച് അത്തരം പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വസ്തുത എന്താണെന്ന് അറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലത്തെ വിൽപ്പന 46 ലക്ഷം രൂപയുടെയാണ്. ഈ സപ്ലൈകോയുടെ ഓണം ഫെയറിലെ വിൽപ്പനയാണ്. മെനഞ്ഞാന്ന് ശനിയാഴ്ച ഔട്ട്ലെറ്റുകളുടെ വിൽപ്പന 9.5 കോടിയാണ്. 8.5 കോടി, 7.5 കോടി, 9.5 കോടിയായി അതിന് മുകളിലുമായി ഓരോ ദിവസവും വിൽപ്പന മാറുകയാണ്. ഓരോ ദിവസവും വന്നു പോകുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്കതിന് അറിയാൻ കഴിയും. ഇതെല്ലാം ഏതൊരാളിനും സുതാര്യമായി പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്നുണ്ട്. ആ നിലയിലേക്ക് മാറിയതുകൊണ്ട് തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളുടെ വിൽപ്പനയാണെങ്കിലും അതിൻ്റെ ഓണം ഫെയറിൻ്റെ വിൽപ്പനയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ചുമെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിലേക്ക് മാറുകയാണ്. ഇപ്പം ഞാൻ ഭയപ്പെടുന്നത് ഓണത്തിൻ്റെ ദിവസം തന്നെ വടക്കേ ഇന്ത്യയിൽ, അത് വടക്കൻ സ്റ്റേറ്റുകളിൽ ചിലയിടത്ത് വെള്ളപ്പൊക്കവും ചില പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ തലസ്ഥാനത്തേക്കും കേരളത്തിലേക്കും കൊണ്ടുവരുന്നതിനുള്ള ചില പ്രയാസങ്ങൾ എന്നെ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു പറയുകയുണ്ടായി. അത്തരം പ്രയാസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന ആശങ്ക മാത്രമേ ഉള്ളൂ. യഥേഷ്ടം എല്ലാ ഔട്ട്ലെറ്റുകളിലും എല്ലാ ഫെയറുകളിലും ആവശ്യത്തിലേറെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ആളുകൾക്ക് ആ സബ്സിഡി നല്ല നിലയിൽ നൽകുവാനുമുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഫെയറുകളിലാണെങ്കിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിട സൗകര്യമടക്കം, അതുപോലെ മഴ നനയാതെ നിൽക്കാൻ കഴിയുന്ന, വെയിൽ കൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന ചെറിയ പന്തലടക്കം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പർവ്വതീകരിച്ച് വഷളാക്കുന്ന ശൈലിയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പിന്മാറി അതിന് പോസിറ്റീവായ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ഇത്തരം സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ശരി മിനിസ്റ്റർ, ഈ ഇത്തരം മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മറ്റു മാധ്യമ സുഹൃത്തുക്കൾക്കും മനസ്സിലാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും മിനിസ്റ്റർ, ഇപ്പോൾ ഈ ഓണവിപണിയുമായി ബന്ധപ്പെട്ട വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ കൂടുതൽ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് തിയോഫിനും, കൊല്ലത്ത് നിന്ന് രാജ്കുമാറും, കോഴിക്കോട് നിന്ന് റമീസും ചേരുന്നുണ്ട്. ആദ്യം തിയോഫിൻ, ഇപ്പോൾ നമുക്കിപ്പം മിനിസ്റ്റർ GR അനിൽ ചേരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ സുലേഖ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് കാണുകയും ചെയ്തു. വലിയ തിരക്കാണ് തിരുവനന്തപുരത്തെ ഈ ഓണവിപണിയിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, ഫെയറുകളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ വലിയൊരു വ്യാവസായിക നഗരം എന്നുള്ള അർത്ഥത്തിൽ വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ സിവിൽ സപ്ലൈസ് അവിടെയും ഒരുക്കിയിട്ടുണ്ട്. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ? അവിടെ ഈ ഫെയറുകളിൽ ഒപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? സിജു, തീർച്ചയായും വളരെ നല്ല തിരക്കാണ്. തൃശ്ശൂർ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലുള്ള ഈ പ്രത്യേക ഓണം ഫെയറിലാണ്.
ആ തിരക്ക് നമുക്ക് കാണാം. തിരക്കിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ക്യാമറാമാൻ രാജു ആ ദൃശ്യങ്ങളിലേക്ക് ക്യാമറ ചലിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ തിരക്ക് കൂടി ഒന്ന് കാണാം. കാരണം അപ്പോഴേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എത്രത്തോളം ജനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പോഴൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ഡീപ്പ് ഡിസ്കൗണ്ട്സ് അവേഴ്സ് എന്ന് പറയുന്ന സമയമാണ്. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം. അതുകൊണ്ട് തന്നെ വളരെ സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രത്യേക ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി ഉള്ളതിനുൾപ്പെടെ പ്രത്യേക ഡിസ്കൗണ്ടോടുകൂടി ലഭ്യമാക്കുന്ന മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് അതായത് ഈ ഒരു 2 മണി മുതൽ വലിയ തിരക്കാണ് നമുക്കിവിടെ ഈ ഒരു ഔട്ട്ലെറ്റിൽ, അതായത് ഈ ഓണം ഫെയറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധനങ്ങൾ എടുത്തു വന്നവർ അവർ ബില്ലിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ആ ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സിൽ 4 മണി വരെയുള്ള സമയത്ത് പരമാവധി സാധനങ്ങൾ വാങ്ങാൻ ഉള്ള ഒരു തിരക്കാണ്. കാരണം മറ്റ് സമയങ്ങളിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇല്ല എന്നല്ല, പ്രത്യേക ഡിസ്കൗണ്ട്, പ്രത്യേക ഓഫറുകളും എല്ലാം ഈ ഔട്ട്ലെറ്റിലുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ 2 മണി മുതൽ എല്ലാ ദിവസവും, അതായത് ഈ സെപ്റ്റംബർ 14 വരെ ഈ ഓഫർ ഉണ്ട്. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഡീപ്പ് ഡിസ്കൗണ്ട് ഒരു അവേഴ്സാണ്. ആ സമയത്ത് വളരെയധികം തിരക്കുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഇവരെല്ലാം സാധനങ്ങൾ, തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിയെടുത്ത് തിരഞ്ഞെടുത്ത് നിൽക്കുന്നവരാണ്. ബില്ലിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവരുമുണ്ട്. നമുക്കിത് ബില്ലിംഗ് കഴിഞ്ഞിട്ട് പോകാനായി നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം. എങ്ങനെയാണ് ചേച്ചി, ബില്ലിംഗ് കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്? സാധനങ്ങളൊക്കെ എടുത്തോ? സാധനങ്ങളൊക്കെ എടുത്തു. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റി. കാരണം അത്രയും വലിയ എമൗണ്ട് ഒന്നും ആയില്ല. ഞാൻ ഈ ഒരു ചാക്കിൽ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും എനിക്ക് 1300 സംതിങ് രൂപയെ വന്നിട്ടുള്ളൂ. അതിനെനിക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിയാണ്. ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗവൺമെൻറ് ഏറ്റവും വലിയൊരു ഇത് തന്നെയാണിത്. എനിക്കതേ അഭിപ്രായം പറയാനുള്ളൂ കേട്ടോ. ചേച്ചി, ഈ ഡീപ്പ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ വന്നത്, അതോ ഇവിടെ എത്തിയപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്? ഞാൻ ഇല്ലില്ല കേട്ടോ, ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുമ്പോൾ ഫെയർ ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ ഓണത്തിലെ എല്ലാ സാധനങ്ങളും ഒരു 3/4% സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി 2ാമത് വന്നിട്ടും അടുത്ത പർച്ചേസും കൂടി ഉണ്ട്. ഇത്രയും നമുക്ക് ഒരു വീട്ടമ്മ നമ്മളോട് പങ്കുവച്ച വിവരമാണ്. ശരി തിയോഫിൻ, കാര്യം മനസ്സിലാകുന്നുണ്ട്. കാരണം ആ വീട്ടമ്മയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു, അവർ വളരെ വലിയ തുക പ്രതീക്ഷിച്ചാണ് അവിടെ വന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ 1300 രൂപയ്ക്ക് ഒരു ചാക്ക് നിറയെ സാധനം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത്. മിനിസ്റ്റർ, ഒരുപക്ഷെ താങ്കൾക്കായിരിക്കും ഈ സന്തോഷം, ആ സ്ത്രീയുടെ സന്തോഷം കൂടുതൽ അനുഭവവേദ്യമാകുക താങ്കൾക്ക് തന്നെയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട്. ഓരോ ദിവസവും ഓരോ ഔട്ട്ലെറ്റുകളിലെയും ഓരോ ഫെയറുകളിലെയും തുക സംബന്ധിച്ച് 8 കോടി 9 കോടി വരും ദിവസങ്ങളിൽ വലിയ തരത്തിൽ ഓരോ ഫെയറുകളിലും ഓരോ ഔട്ട്ലെറ്റുകളും നിരവധി നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഈ ഓണവിപണിയിൽ സാധനങ്ങൾ വാങ്ങാൻ, വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചേരും. എത്ര കോടിയുടെ വിപണിയാണ് ഈ സപ്ലൈകോ ഇത്തവണ ലക്ഷ്യമിടുന്നത് മിനിസ്റ്റർ? പ്രേക്ഷകരെല്ലാം അറിയേണ്ടുന്നത്, ഇവിടെ നേരത്തെ ഒരു സഹോദരി സൂചിപ്പിച്ചതുപോലെ വിൽപ്പനയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് തിരക്ക് ഉണ്ടാകുന്നു എന്നതല്ല വളരെ ഗൗരവമേറിയ വിഷയം. സബ്സിഡിയേതര ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നമ്മൾ കാണുന്ന മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും അല്ലാതെയുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതെല്ലാം ലഭ്യമാകുന്ന കേന്ദ്രമായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. 200-ലധികം അത്തരം ഉൽപ്പന്നങ്ങൾക്ക് പല രൂപത്തിലുള്ള ഡിസ്കൗണ്ട് ഓഫറുകൾ കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ വിൽപ്പനയുടെ ഒരു കണക്ക് എടുത്തു നോക്കിയാൽ 60% തുക വന്നിരിക്കുന്നത് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെയാണ്. ഒരു ദിവസത്തെ വിൽപ്പനയിൽ 5-6 കോടിയോളം രൂപ സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിറ്റതിലൂടെ സപ്ലൈകോയിൽ വരികയാണ്. അത് കാണിക്കുന്നത് ആളുകൾക്ക് ക്വാളിറ്റിയും ആളുകൾക്ക് ന്യായവിലയ്ക്കും ഇത്തരം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ്. നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ 13 ആ 13 ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൻ്റെ ഇരട്ടിയോളം രൂപയുടെ വിൽപ്പന ഇതിലുണ്ടാകുന്നുണ്ട്. അത് തന്നെ പല രൂപത്തിലുള്ള, ഇവിടെ പറഞ്ഞല്ലോ 2 മണി മുതൽ 4 മണി വരെ ചില ഡിസ്കൗണ്ട് ഓഫറുകൾ അധികമായി കൊടുക്കുന്നുണ്ട്. അതെല്ലാം വിവിധ കമ്പനികളുമായി നെഗോസിയേഷൻ നടത്തി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് ഈ വിൽപ്പന ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് കൂടുതൽ വിപുലവും വ്യാപകവുമാകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മിനിസ്റ്റർ, നേരത്തെ തന്നെ ഒരുപാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അപവാദം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ക്വാളിറ്റി കുറവ് എന്നുള്ളൊരു അപവാദം നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഹരിക്കാൻ നമ്മൾ കൃത്യമായ ആളുകളെ തന്നെയാണോ ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ നമ്മൾ സമീപിച്ചിരിക്കുന്നത്? നിരന്തരം നമ്മളുമായി കരാറിൽ ഏർപ്പെടുന്നവർ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നു. അതെ, അത് വളരെ കൃത്യമായി കഴിഞ്ഞ 2-3 വർഷമായി നിരന്തര ഇടപെടലാണ് ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം. അതിൽ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിൻ്റെ കേന്ദ്രങ്ങളിൽ പോയി നേരിട്ട് പരിശോധിച്ച് ഈ ഓണത്തിൽ തന്നെ ഞങ്ങൾ ഒരു വലിയ ലോഡ് ഉഴുന്ന് തിരിച്ചയക്കുകയുണ്ടായി.
അത് ആദ്യം ടെൻഡറിൽ അംഗീകരിച്ച സപ്ലയർ അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്വാളിറ്റി മോശമെന്നുണ്ട് ഉടനെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞ് കത്ത് കൊടുത്ത് എടുത്തു മാറ്റി. അപ്പം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന വലിയ തിരക്കല്ലേ ആ സമയത്ത് പല വൻകിട കച്ചവടക്കാരും അവരുടെ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നം കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അതിലെല്ലാം പ്രത്യേകമായ ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത്. പരമാവധി നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം കേരളത്തിലെമ്പാടും ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇത്തവണത്തെ ഓണം വിപണി ഓരോ സ്ഥലത്തും കാണുമ്പോൾ അറിയാം. ശരി മിനിസ്റ്റർ, ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ കൂടി ചേർന്നു. രാജ്കുമാർ, എല്ലാ തവണയും എല്ലായ്പ്പോഴും സിവിൽ സപ്ലൈസിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സിവിൽ സപ്ലൈസിന് വേണ്ടി നിരന്തരം വാർത്തകൾ, കഴിഞ്ഞ ദിവസവും കൊല്ലത്തെ ഫെയറിനെ കുറിച്ച് വാർത്ത ചെയ്തയാളാണ് രാജ്കുമാർ. കൃത്യമായി ഈ പൊതുവിതരണ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായി ഉണ്ട് എന്ന് നിരന്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് രാജ്കുമാർ. രാജ്കുമാർ, കൊല്ലത്തു നിന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ രാജ്കുമാറിൻ്റെ സ്റ്റോറികൾ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. എങ്ങനെയാണ് കൊല്ലത്തെ ആ ജനങ്ങളുടെ ഒരു താല്പര്യം, അവിടെ സാധനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് കൊല്ലത്തെ ഒരു വിപണി, പൊതുവിപണി അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മുടെ ഈ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് നമ്മുടെ അതിഥിയായിട്ടുള്ള മിനിസ്റ്ററൊക്കെ മുത്താണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഓരോ ഈ ഫെയറുകളെന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കില്ലേ എന്നൊരു ചോദ്യം മാത്രമേ അവർക്കുള്ളൂ. ഇതെങ്ങനെയുണ്ട് ഈ ഓണ ഫെയറുകൾ വന്നിട്ട് വിലയൊക്കെ വളരെ കുറവാണ്. മന്ത്രി കേട്ടോണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നല്ല സാധനങ്ങളും നല്ല ഇതൊക്കെ തന്നെ. നമ്മളിപ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ട് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2 മുതൽ 4 മണി വരെ 10% അധിക ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. നിലവിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 20 മുതൽ 30% വരെ പൊതുവിപണിയിൽ നിന്നും വില കുറച്ചാണ് സപ്ലൈകോ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ അധിക 10% ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരമാവധി പ്രയോജനം. ഒരു 68 രൂപയുടെ സാധനം 40 രൂപയ്ക്ക് കൊടുക്കും. അതെ, തീർച്ചയായിട്ടും ഇത്രയധികം ഡിസ്കൗണ്ട് ഓപ്പൺ മാർക്കറ്റിൽ എങ്ങും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് കേവലം സപ്ലൈകോയിൽ മാത്രം. അതാണ് സപ്ലൈകോ എന്ന് ജനങ്ങളോടൊപ്പം എന്ന് പറയുന്നത്. അതായത് അങ്ങനെയാണ് നമ്മൾ കില്ലർ പ്രൈസ്. അതായത് നമ്മുടെ സിജു സാധാരണഗതിയിൽ ലുലുവിലൊക്കെ പോകുമ്പോൾ കില്ലർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ ചില ഓഫറുകൾ നമ്മൾ കാണും. അതൊരു പ്രത്യേക സമയത്താണ് ക്രമീകരിക്കുക. ഇക്കുറി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു തന്ത്രമാണ് മെനഞ്ഞിരിക്കുന്നത്. ഡീപ്പ് ഡിസ്കൗണ്ട് ഹവേഴ്സ് എന്നൊരു പേര് കൊടുത്ത് 2 മണി തൊട്ട് 4 മണി വരെയാണ് ഈ ഡിസ്കൗണ്ട്. അതിലാണ് നമ്മളിപ്പോൾ അജിത് സാറ് പറഞ്ഞതുപോലെ ഒരു വൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നിലവിൽ തന്നെ 20 മുതൽ 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് പുറമെ 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 40% വരെ ചില ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഡിസ്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നേരത്തെ ഇപ്പോൾ ഈ നമ്മുടെ നിരവധി പ്രേക്ഷകരെല്ലാം പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു വലിയൊരു ഓഫറാണ്. ഈ ഓണക്കാലത്ത് അവരുടെ കയ്യിലുള്ള തുച്ഛമായ ആ പൈസയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ചാക്കിനകത്ത് വാങ്ങിക്കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവർക്കെല്ലാം വന്ന് ചേർന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ അവിടുത്തെ ഈ തിരക്കൊക്കെ നമുക്ക് കാണാം സിജു. അതാണ്ട് ഇവിടെ എല്ലാവരും ഈ സബ്സിഡി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിരയുന്ന ഒരു തിരക്കുണ്ട്. അത് കൂടാതെ തന്നെ പലരും ഈ പറഞ്ഞ ഈ ഡീപ്പ് ഹവേഴ്സിനകത്തുള്ള ഡിസ്കൗണ്ടുകൾ ഇവർ നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഓണത്തിന്റെ ഫെയറിലൊക്കെ ഇവിടെ നോക്കിയിട്ട്? ഒരുപാട് തിരക്കുള്ളതും പിന്നെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ സബ്സിഡി ഉള്ളതും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കത് സബ്സിഡിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അതറിഞ്ഞ ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മളും വന്ന് എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. സന്തോഷമായോ ഇങ്ങനെ ഒരു വിലക്കുറവുള്ളതിൽ? തീർച്ചയായിട്ടും. മന്ത്രി കേട്ടോണ്ടിരിക്കട്ടോ, മന്ത്രി ഇതെല്ലാം കേൾക്കണം, നിങ്ങൾ പറയണം അദ്ദേഹത്തോട്. വിലക്കുറവുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാവരും വന്ന് വാങ്ങിക്കുന്നു, എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സിഡി സാധനങ്ങളല്ലാതെ വേറെ ഒരുപാട് കൺസ്യൂമർ ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ഉണ്ട്. അതിനെല്ലാം ഏതാണ്ട് 40% വരെ വിലക്കുറവാണ് ഇക്കുറി. ഞങ്ങളത് അറിഞ്ഞാണ് വന്നത്. ശരി രാജ്കുമാർ, ഇപ്പോൾ മിനിസ്റ്റർക്കും തിരക്കുള്ളത് കൊണ്ടാണ്. മിനിസ്റ്റർ, രാജ്കുമാർ ശരിക്കും പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നല്ലൊരു പ്രചാരകനാണ്. അവിടെ ജീവനക്കാർക്ക് കൂടുതലായിട്ട് ഡീപ്പ് ഡിസ്കൗണ്ടിൻ്റെ ആ പ്രത്യേകതകളെക്കുറിച്ചും എത്ര രൂപ ഡിസ്കൗണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ രാജ്കുമാറിന് നല്ല ധാരണയുണ്ട്. ഒരുപക്ഷേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പരസ്യത്തിന് ചെലവഴിക്കുന്നതിൽ ചെറിയൊരു തുക രാജ്കുമാറിന് കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു. അദ്ദേഹം തന്നെ രാജ്കുമാർ പറഞ്ഞത് മുത്താണ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുകയും ചെയ്തത്. വളരെ കൃത്യമായി അവിടെ എത്തുന്നവരുടെ മനസ്സുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ ഡീപ്പ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതൊരു ക്ഷമാപണത്തോടുകൂടി പറയുകയാണ്. ആ ഒരു പരിപാടി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 2 മുതൽ 4 വരെ അല്ലേ? അതെ, ഉച്ചയ്ക്ക് ഇൻ്റർവെൽ ടൈമും അതിനോടനുബന്ധിച്ച് തിരക്ക് സാധാരണ കുറയുമല്ലോ.
ആ സമയത്ത് ആളുകളെ കുറച്ചുകൂടെ ആകർഷിക്കാൻ കൂടെ കണക്കിലെടുത്ത് ആ ഒരു ഇതുകൂടെ കണ്ടാണ് അതൊരു പ്രത്യേക ഓഫർ കൂടെ ആ സമയത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പൊതുവിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കടന്നുവരവ് വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം സഹായിച്ചിട്ടുണ്ട്. അത് ഇതിപ്പം ഇവിടെ പറഞ്ഞില്ലേ, കൊല്ലത്ത് മാത്രമല്ല കേരളത്തിൽ ഞാൻ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല വിൽപ്പനയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മലബാറിലാണ്. മലബാറിൽ സാധാരണ ഓണത്തിന് അങ്ങനെ വലിയ കച്ചവടം വരുന്നതല്ല. കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരു ദിവസം 4, 6, 8 ലക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒറ്റ ഔട്ട്ലെറ്റിൻ്റെ വിൽപ്പന. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് പരമാവധി ആശ്വാസം പകരുവാൻ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത്, അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ മാത്രമല്ല പൊതുസമൂഹം തന്നെ കൂടുതൽ ഇതിനോട് ആഭിമുഖ്യം ഉണ്ടായി വരേണ്ടുന്ന ഒരു ഘട്ടമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി മിനിസ്റ്റർ, ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റമീസ് കൂടി ചേരുകയാണ്. റമീസ്, ഇപ്പോൾ ഈ ഓണം അവിടെ വടക്കൻ കേരളത്തിൽ ഓണത്തേക്കാൾ വളരെ പ്രധാനമായിട്ട് വിഷു അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഓണം വലിയ തരത്തിൽ തന്നെ അവിടെ ആഘോഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ വയനാട് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത്, ഏറ്റവും അധികം അനുഭവിച്ചറിഞ്ഞ വടക്കൻ കേരളത്തിൽ ഉള്ളവരാണ്. ആ ദുഃഖം അവർക്കുണ്ട്. ആ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞവരോടുള്ള എല്ലാവിധ സ്നേഹാദരങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുള്ള ഈ ഓണ വിപണിയിൽ, പ്രത്യേകിച്ചും സപ്ലൈകോയുടെയും ഒപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും അടക്കമുള്ള വിപണികളിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകൾ അവിടെ വലിയ രീതിയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചേരുന്നുണ്ടോ? റമീസ്. സിജു, തീർച്ചയായും സിജു പറഞ്ഞതുപോലെ മലബാറിനെ സംബന്ധിച്ച് വയനാട് ഒരു വലിയ ദുരന്തം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഓണക്കാലം ആ ദുരന്തത്തിൽ നിന്നൊക്കെ മറികടന്നുള്ള ഒരു അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മലബാറുകാർ കാണുന്നത്. ആ ഓണാഘോഷത്തിൻ്റെ ആ ഒരു തിരക്ക് നമുക്ക് വിപണികളിലും കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു വിപണിയിലാണ്. ഏകദേശം 107 ഓണ മേളകളാണ് ജില്ലയിലാകെയും തന്നെ വിവിധ സഹകരണ സംഘങ്ങളിലൂടെ നടത്തുന്നത്. ഏകദേശം 25ഓളം ത്രിവേണികളും മറ്റ് സഹകരണ സംഘങ്ങളുമായാണ് നടത്തുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ സാധനവും ഉണ്ട്. സിജു, ഏകദേശം കുറുവ അരിയാണ് ഈ മേഖലയിൽ, മലബാർ മേഖലയിലൊക്കെയും തന്നെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ സാധനങ്ങൾ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഇവിടെയൊക്കെയും ഫുള്ളാണ്. അത് വാങ്ങാനുള്ള ആളുകളുടെ തിരക്കും ഈ വിപണികളിലെല്ലാം തന്നെ സജീവമായി കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ചേച്ചി നേരത്തെ സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. മന്ത്രി നമ്മുടെ ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ സാധനങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. ഈ ഓണവും നമ്മൾ ഈ എല്ലാ കാലത്തെയും പോലെ പ്രൗഢിയോടുകൂടി തന്നെ ആഘോഷിക്കുക തന്നെയല്ലേ? അതെ, ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനം തന്നെ ഉണ്ട്. വില കുറവും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്ന് ടോക്കൺ എടുത്ത് ഇപ്പം വാങ്ങാൻ നിൽക്കുക. ഈ ഭാഗങ്ങളിലൊക്കെയും തന്നെ സിജു നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഈ വിപണികളെല്ലാം തന്നെ ജനങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 1500 രൂപ പൊതുവിപണിയിലുള്ള സാധനങ്ങളാണ് 900 രൂപയ്ക്ക് ഇവിടെ വിപണികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം അത് മറ്റ് പ്രയാസങ്ങളും മറ്റ് പ്രതിസന്ധികളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് നമുക്കത് മറന്നുകൊണ്ട് ഈ ഓണം കെങ്കേമമായി ആഘോഷിക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ്. നമ്മളോടൊപ്പം ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്ന ചേച്ചി, എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ? ഏകദേശം ഒരുവിധം സാധനമൊക്കെ ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഈ സാധാരണ ഈ വിപണിയിലൊക്കെ വില ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളും കൺസ്യൂമർ ഫെഡുകളൊക്കെ ഇവിടെ വില വ്യത്യാസമുണ്ട്. സാധനങ്ങൾക്ക് പുറത്തുള്ളതിനേക്കാട്ടും വില കുറവ്. ഇതാണ് സിജു ഈ പ്രേക്ഷകർ. ശരി റമീസ്, മനസ്സിലാകുന്നുണ്ട്. കാരണം റമീസ് ആയാലും രാജ്കുമാർ ആയാലും സുലേഖ ആയാലും അവിടെ നിന്നുള്ള എല്ലാ ജില്ലകളിലെയും ഓരോ വനിതകളുടെയും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ അവരുടെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പോക്കറ്റിലിരിക്കുന്ന കാശ് മുഴുവൻ തീരുകയല്ല, കൊണ്ടുപോയ കാശിൽ 200 രൂപ പോക്കറ്റിൽ അധികം ഇരിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. മിനിസ്റ്റർ, താങ്കൾക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ താങ്കൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും ഓണക്കാലം എന്ന് പറഞ്ഞാൽ നെടുവീർപ്പുകളുടെ വിഷമതകളുടെ കാലമാണ്. എങ്ങനെ ഓണം ആഘോഷിച്ച് തീർക്കുമെന്നുള്ള, ഇവിടെ ഓണം കഴിയുമ്പോഴും പോക്കറ്റിൽ കുറച്ച് പൈസ ആളുകളുടെ കയ്യിൽ ഇരിക്കും. അത്തരത്തിലൊരു പ്ലാൻ താങ്കളുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെ, കേരളത്തിലെ ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്. എല്ലാ വിമർശനങ്ങളും കേൾക്കുകയും ആ വിമർശനങ്ങളിലെ വസ്തുതകൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വിപണിയിൽ നല്ല ഇടപെടലാണ് ഞങ്ങൾ വിവിധ വകുപ്പുകളിലൂടെ നടത്തുന്നത്.
ഇത്തവണയും ഓണത്തിന് കോടാനുകോടി രൂപയുടെ വിൽപ്പനയിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് വിജയകരമാകുന്നതിൻ്റെ ലക്ഷണമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ കുപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും അടക്കമുള്ള വിപണികളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏത് വർഷത്തേക്കാൾ റെക്കോർഡ് വിൽപ്പന ഇത്തവണയും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഓണാഘോഷ പരിപാടികളില്ലാത്തതിൻ്റെ ചില കുറവുകൾ കണ്ടേക്കാം. പക്ഷേ വിപണനത്തിൻ്റെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണന കാര്യത്തിൽ നമുക്കൊരു കുറവും വരാത്ത തരത്തിലുള്ള ഓണ നാളുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. അതിൽ കുറവ് വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്കെല്ലാം നൽകിയിട്ടുള്ളത്. വളരെ നല്ല സർവീസ് സേവനം ജീവനക്കാർ നൽകിക്കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്താൻ, ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഓണവിപണി പൊടിപൊടിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ ഒരിക്കൽ കൂടി ചേരുകയാണ്. മിനിസ്റ്റർ, നേരത്തെ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ആ സാധനം വാങ്ങാൻ വന്ന സ്ത്രീകൾ പറഞ്ഞതിൽ ഓണം കഴിഞ്ഞും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന്. നേരത്തെ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നത് സംബന്ധിച്ച്. ഒരുപക്ഷെ ഈ പൊതുവിപണിയിൽ ഇടപെടണമെങ്കിൽ സംസ്ഥാന സർക്കാർ പൊതുവിതരണ സംവിധാനം ശക്തമാക്കണം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാകേണ്ടതുമുണ്ട്. ഈ വരുന്ന വർഷത്തിനുള്ളിൽ തന്നെ എത്ര ഔട്ട്ലെറ്റുകൾ നമ്മൾ തുടങ്ങാൻ പദ്ധതിയിടുന്നുണ്ട് നിലവിൽ? നമ്മൾ പൊതുവിതരണ പ്രവർത്തനങ്ങളിൽ പൊതുവിതരണ രംഗം എടുത്തു നോക്കിയാൽ റേഷൻ കടകൾ 14,300ഓളം കടകൾ കേരളത്തിലുണ്ട്. ആ കടകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് LDF ഗവൺമെൻറ്. മറ്റൊരു സ്റ്റേറ്റിനും ഇത്രയധികം വ്യാപകമായും വിപുലമായ ഒരു പ്രവർത്തന പരിപാടി ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നുമാത്രമല്ല, സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളടക്കം നൽകുന്ന തരത്തിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ റേഷൻ ഷോപ്പുകളെ ആ രീതിയിലേക്ക് ആധുനികവൽക്കരിക്കാനുള്ള നടപടിയും ഇതോടൊപ്പം ഗവൺമെൻറ് നടത്തുകയാണ്. കേരളത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് 1000 സ്റ്റോറുകൾ, കേരള സ്റ്റോറുകൾ ഓണത്തിന് മുമ്പ് ആരംഭിക്കണമെന്നാണ്. ആ പ്രവർത്തനങ്ങളിൽ കേരളം പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പാണ് 1000ാമത്തെ റേഷൻ ഷോപ്പ് സ്റ്റോറായി പ്രഖ്യാപിച്ചത്. അമ്പൂരിയിലെ കൂട്ടപ്പു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു റേഷൻ കട, 46-ാം നമ്പർ റേഷൻ കടയാണ്. ഞാനീ പറഞ്ഞ ആ റേഷൻ കടയിലും നമ്മുടെ പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, വാട്ടർ അതോറിറ്റി അടക്കമുള്ള കുപ്പിവെള്ളം, അതുപോലെ സേവന സൗകര്യങ്ങൾ, ഈ സേവന സൗകര്യങ്ങളെല്ലാം നൽകുന്ന തരത്തിലേക്കാണ് സ്റ്റോറിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എത്താൻ കഴിയാത്ത സ്ഥലത്ത് കേരള സ്റ്റോറിലൂടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന അവസരം ഒരുക്കുകയാണ്. മിൽമ ഉൽപ്പന്നങ്ങൾ, സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് സിലിണ്ടർ അടക്കം, അതുപോലെ MSMEകൾ പല രൂപത്തിലുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള അങ്ങനെ അത്തരം ഉൽപ്പന്നങ്ങൾ എല്ലാം ലഭിക്കുന്ന കേന്ദ്രമായി കേരള സ്റ്റോറിലൂടെ റേഷൻ കടയെ ആ നിലയിൽ മാറ്റിയെടുക്കാനുള്ള പരിശ്രമവും ഗവൺമെൻറ് നടത്തുകയാണ്. ഇതിന് പുറമെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ എണ്ണം ഓരോ വർഷവും തുടങ്ങുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കൂടുതൽ വിപുലമാക്കാനും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഇത്ര എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ച ഓണത്തിന് മുമ്പ് ഓരോ ജില്ലകളിലും നടപടികൾ പൂർത്തിയായത് തുറന്നു കൊടുക്കാനാണ്. എന്നാൽ ഓണം കഴിഞ്ഞാലും ആ പ്രവർത്തനം തുടർ പ്രവർത്തനമായി ഏറ്റെടുക്കും. എന്നുമാത്രമല്ല, കേരളത്തിൽ 365 ദിവസവും സബ്സിഡി ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് സപ്ലൈകോയുടെ സംവിധാനം. അല്ലാതെ ഏതെങ്കിലും ഉത്സവ സമയത്ത് മാത്രമല്ല, 365 ദിവസവും ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും തുറന്നിരിക്കുന്ന കടകളിൽ നിന്ന് എല്ലാ കാർഡ് ഉടമകൾക്കും, മുൻഗണനാ കാർഡുകാർക്ക് മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടില്ല, എല്ലാ കാർഡുകാർക്കും സബ്സിഡിയായി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് മാർക്കറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടൽ. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ വളരെ കുറച്ച് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വിപുലമാക്കുക എന്നതാണ് ഗവൺമെൻറ് നിലപാട്. പല പ്രയാസങ്ങൾ കൊണ്ട് നമുക്ക് ഘട്ടത്തിൽ നമ്മളെല്ലാം അറിയേണ്ടത് എന്താ, 2016 വിലയ്ക്ക് 2024 വരെ ആ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തില്ലേ? ലോകത്ത് എവിടെയെങ്കിലും ചെയ്തിട്ടുള്ളൊരു കാര്യമാണോ? 2016 എന്ന് പറയുമ്പോൾ അതിനും 3 വർഷത്തിന് മുമ്പ് നിശ്ചയിച്ച റേറ്റാണ്. ആ റേറ്റിൽ 11 വർഷക്കാലം കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങൾക്ക്
ആശ്വാസം പകരുന്ന തരത്തിൽ വില വർദ്ധിപ്പിക്കാതെ, വില മാറ്റം വരുത്താതെ, വില വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ വില രീതിയല്ലല്ലോ, ഇത് ചില ക്രമീകരണമാണ് വരുത്തുന്നത്. എപ്പോഴും നമുക്ക് അത്തരം സൗകര്യം ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പൊതുവിതരണ സംവിധാനവും അതുപോലെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. അത് നമ്മൾ ആ നിലയിലുള്ള പ്രചരണമില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് വേണ്ടത്ര അറിയില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ വേണ്ടത്ര പ്രചാരത്തിലേക്ക് എത്താത്തത് കൊണ്ട് അവർക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പുതിയ അനുഭവങ്ങളാണ്, പുതിയതായിട്ട് കടന്നു വരുമ്പോൾ അനുഭവം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം അറിയേണ്ടുന്ന ഒരു മാസത്തെ കണക്ക് ഞങ്ങൾ എടുത്തപ്പോൾ മുമ്പ് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞതെന്താ, 5% ആളുകൾ പോലും ഈ കടയിൽ വരുന്നില്ലെന്ന് കളിയാക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത്. യഥാർത്ഥ ചിത്രം എന്താ, 40-43 ലക്ഷം കുടുംബങ്ങൾ എല്ലാ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയിലധികം ആളുകൾ അവിടെ വരുന്നു എന്നല്ലേ. അപ്പോൾ അവർക്കെല്ലാം ഈ സഹായവും സംരക്ഷണവും ലഭിക്കുകയല്ലേ. അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. വിശേഷിച്ചും മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ അതെല്ലാം കടന്നു വരേണ്ടതാണ് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടൊരു മന്ത്രി നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓണം കൊണ്ട് അവസാനിക്കുന്നില്ല. എല്ലാ ദിവസങ്ങളിലും ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള നല്ല പരിശ്രമമാണ് സപ്ലൈകോ നടത്തുന്നത് എന്നുകൂടി ഈ അവസരം സൂചിപ്പിക്കുകയാണ്. മിനിസ്റ്റർ, അവസാന സമയപരിമിതി, മിനിസ്റ്റർ തിരക്ക് പിടിച്ച സമയങ്ങളാണെന്നറിയാം. പക്ഷേ എന്നാലും ഒരു ചോദ്യം കൂടി, അതായത് ഈ സബ്സിഡി നിരക്കിൽ ഇങ്ങനെ കഴിഞ്ഞ 2016 അതേ നിരക്കിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, വല്ലാത്ത സബ്സിഡി നൽകേണ്ടി വരുന്നുണ്ട്. താങ്കൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ധനമന്ത്രി KN ബാലഗോപാലിനെ. അത് വളരെ ശരിയാ. ധനമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിക്കും അതറിയാം. അതെല്ലാം ആണെങ്കിലും ഞങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വം എന്താ, ഒരുപക്ഷെ ലോകത്ത് ഒരു സ്റ്റേറ്റിലും ചെയ്യാത്ത ഒരു ഇടപെടലല്ലേ കോവിഡ് കാലത്ത് കേരളം ഇടപെട്ടത്. അത് വേണ്ടത്ര ചർച്ചയിലേക്ക് ആളുകളുടെ മനസ്സിൽ വരുന്നില്ല. കോവിഡ് കാലത്ത് കേരളത്തിലെ ഗവൺമെൻറ് 6000 കോടി രൂപയുടെ സബ്സിഡിയാണ്, 6000 കോടി രൂപയുടെ സൗജന്യമാണ് ഈ ഭക്ഷ്യ പൊതുവിതരണ മേഖലയിലൂടെ ജനങ്ങൾക്ക് കൊടുത്തത്. സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 14 കിറ്റ് കൊടുത്തത് നമുക്കെല്ലാം അറിയാമല്ലോ. അതിൽ ഒരു കുടുംബത്തെയും ഒഴിവാക്കിയില്ലല്ലോ. എല്ലാ കുടുംബങ്ങൾക്കും, കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ആ സൗജന്യം 6000 കോടി രൂപയുടെ സൗജന്യത്തിൻ്റെ പങ്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് കേരളത്തിൽ ദുരിത ഘട്ടങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് നിർത്തിയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊന്നും വലിയ ചർച്ചയല്ല, അതൊന്നും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പലരും പരിശ്രമിക്കാറില്ല. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളോട് ഇത്രയധികം, വിശേഷിച്ചും ദുരിതബാധിതരോട്, പ്രയാസം അനുഭവിക്കുന്നവരോട്, പാവപ്പെട്ട ആളുകളോട് ഇത്ര കൂറും, ആ കൂറ് മാത്രമല്ല അതിനനുസരിച്ചുള്ള സംരക്ഷണവും സഹായവും കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് വേറെ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കാണുമോ? അപ്പോൾ അത് കാണിക്കുന്നത് അതാണ്. ഈ സംരംഭങ്ങളെല്ലാം, ഇതെല്ലാം ആരംഭിച്ചതും തുടങ്ങിയതും ആരാ ഇതെല്ലാം ആരംഭിച്ചത് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? നമുക്കൊരു പഴയ ഒരു അനുഭവം ഉണ്ടല്ലോ. ഈ കേരളത്തിലെ ചില ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാറാല പിടിച്ച് ഈ ഷോപ്പുകൾ അടഞ്ഞു കിടന്നില്ലേ? ഈ മാവേലി സ്റ്റോറിനെ തകർക്കാൻ വേണ്ടി വാമന സ്റ്റോർ ഉണ്ടായില്ലേ? ഇതെല്ലാം നമ്മൾ മറന്നുപോയോ? അപ്പോൾ ഈ സംരംഭത്തെ മെച്ചപ്പെടുത്തണം, ഈ സംരംഭം കൂടുതൽ കാര്യക്ഷമമാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാത്രമാണ് എന്ന് ഞാൻ അഭിമാനത്തോട് പറയുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ. ഈ തിരക്ക് പിടിച്ച ഈ ദിവസത്തിനുള്ളിലും 1 മണിക്കൂറോളം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ സമയം തന്നതിനും, ഏതായാലും താങ്കൾക്ക് ഒരു മന്ത്രി എന്ന തരത്തിൽ ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് വലിയ സന്തോഷം പകരാൻ കഴിഞ്ഞ ഒരു മന്ത്രി എന്ന തരത്തിൽ താങ്കൾക്ക് അഭിമാനിക്കാം. അതുതന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓണവിപണിയിൽ സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെ കാഴ്ചകളാണ് എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ മലയോര ജില്ലയായ ഇടുക്കിയിലും ഓണവിപണി പൊടിപിടിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, എങ്ങനെയാണ് ഇടുക്കി ഈ ഓണത്തെ പൊതുവിപണിയിലൂടെ, കൺസ്യൂമർ ഫെഡിൻ്റെ, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഈ ഓണവിപണിയെ വരവേൽക്കുന്നത്? ഓണത്തിന് പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി ശക്തമായ ഇടപെടലാണ് ഇടുക്കി ജില്ലയിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് സപ്ലൈകോയിലാണെങ്കിലും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിലാണെങ്കിലും വിവിധ ചന്തകൾ ആരംഭിച്ചുകൊണ്ട് സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 65 ബാങ്കുകളുടെ നേതൃത്വത്തിലാണ് ഇടുക്കി ജില്ലയിൽ ഓണം മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ത്രിവേണി സ്റ്റോറുകളുടെ നേതൃത്വത്തിലും ഈ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ പ്രവർത്തനം നടക്കുകയാണ്. അതുപോലെ തന്നെ സപ്ലൈകോയുടെ നേതൃത്വത്തിലും ജില്ലാ ഓണം ഫെയറും അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഓണം ഫെയറുകളും എല്ലാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൊടുപുഴയിലാണ് ഇടുക്കി ജില്ലയുടെ ജില്ലാതല ഓണം ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള ജില്ലാ ഡിപ്പോ മാനേജർ സിന്ധു ചേരുകയാണ്. എന്താണ് ഈ സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്?
വിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാകുന്നതിന് വേണ്ടിയും 2024 ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലാ ഫെയർ വെച്ചിട്ടും താലൂക്കുകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് കളിൽ ഒരു താലൂക്ക് ഫെയർ വെച്ചിട്ടും നടത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നമ്മൾ തൊടുപുഴയിൽ ഗാന്ധി സ്ക്വയറിന് അടുത്തുള്ള മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം ഓഫറുകളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്? ഈ ഫെയറിൽ നമുക്ക് 13 ഇനം സബ്സിഡി സാധനങ്ങൾ ലഭ്യമാണ്. അതിൽ 3 കൂട്ടം അരിയുണ്ട്. ജയ അരിയുണ്ട്, മട്ടയരിയുണ്ട്, പച്ചരി, പിന്നെ മട്ട വടിയരി എല്ലാം ഇഷ്ടംപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്കത് ലഭ്യമാവുന്നതല്ല, ഈ കൊല്ലം അതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബ്രാൻഡഡ് കമ്പനി ഐറ്റങ്ങൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ടുകളും, പിന്നെ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ദ്വീപ് ഡിസ്കൗണ്ട് ഹവേഴ്സ് എന്ന് പറഞ്ഞ് ഒരു 10 മുതൽ 45% വരെ അഡീഷണൽ ഡിസ്കൗണ്ടും സപ്ലൈകോ ഈ പ്രാവശ്യം സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഫെയറിനോടൊപ്പം തന്നെ ഹോർട്ടികോർപ്പിൻ്റെ ഒരു പച്ചക്കറി വിപണന മേളയും കൂടെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജില്ലാ ഫെയറുകൾ 9:30 മുതൽ 8 മണി വരെയുള്ള സമയത്തും ഈ താലൂക്ക് ഫെയറുകൾ 10 മണി മുതൽ 8 മണി വരെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇതാണ് പ്രത്യേക ഓഫറുകൾ നിരവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സപ്ലൈകോ അതിൻ്റെ ഓണം ഫെയറുകൾ ആരംഭിച്ചിരിക്കുന്നത്. സപ്ലൈകോ മാത്രമല്ല, കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ വിവിധ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും വിവിധ ഓണം വിപണികൾ ആരംഭിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലും വലിയ തരത്തിൽ തന്നെയാണ് ഓണം വിപണിയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിപ്പോൾ. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു കണ്ണൻ, പൊതുവെ അങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന ജില്ല എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും വലിയ തരത്തിൽ വാർത്തകളിൽ പോലും അങ്ങനെ പ്രാധാന്യം നേടാറില്ല അവിടുത്തെ ഓണവിപണി പോലും. എങ്ങനെയാണെന്നാലും കാസർഗോട്ടെ ഈ ഓണവിപണി ഇപ്പോൾ പൊടിപൊടിക്കുന്നത്? എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സർക്കാർ ആ വിപണിയിൽ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെല്ലാം തന്നെ അവശ്യ സാധനങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഈ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൻ്റെ മാനേജർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. വലിയ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പെട്ടെന്ന് പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മണി മുതൽ 4 മണി വരെ ഗോൾഡൻ ഓഫർ ഉണ്ട് സപ്ലൈകോൻ്റെ. അത് എല്ലാ സാധനത്തിനും 10% വിലക്കുറവുണ്ട്. എല്ലാ സാധനത്തിനും സബ്സിഡി സാധനം പുറമെ മറ്റേ നോൺ ഓയിൽ സാധനങ്ങളുണ്ട്, എല്ലാത്തിനും 10% വിലക്കുറവുണ്ട്. പിന്നെ അതേപോലെ സബ്സിഡി സാധനങ്ങളുണ്ട്. പൊതുമാർക്കറ്റിനേക്കാളും വില വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാ 13 ഐറ്റം സബ്സിഡി സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു 583 രൂപ വ്യത്യാസം പൊതുവിപണിയേക്കാളും വരുന്നുണ്ട്. ഇപ്പോൾ സപ്ലൈക്കൊന്ന് സാധനം എടുക്കുമ്പോഴത്തേക്ക് പൊതുജനത്തിന് അവർ കയ്യിൽ നിന്ന് അധികം പൈസ പോവാത്ത രീതിയിലേക്ക് നല്ല സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞതുപോലെയാണ് നമുക്ക് 583 രൂപയുടെ വ്യത്യാസമാണ് 13 അവശ്യ ഈ സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ലഭ്യമാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ തിരക്ക് ഈ സമയത്തും അനുഭവപ്പെടുന്നു. 2 to 4 ഈ ഗോൾഡൻ അവറാണ്. ഈ ഗോൾഡൻ അവറിൽ 10% ഡിസ്കൗണ്ട് മറ്റ് സാധനങ്ങൾക്ക് ഏത് സാധനങ്ങൾ എടുക്കുമ്പോഴും ലഭിക്കുന്നു. നമുക്കിപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് ഓരോന്നായി പാക്കറ്റിലേക്ക് മാറ്റുകയാണ് ആളുകൾ. ചേച്ചി, എങ്ങനെയുണ്ട്? എല്ലാ സാധനങ്ങളും കിട്ടിയോ? കിട്ടി. നല്ല നിറഞ്ഞ തിരിയാണോ? ഓണത്തിന് നേരത്തെ തയ്യാറെടുക്കുക. പിന്നെ തിരക്കാവുമല്ലോ ടൗണിലല്ലോ, പിന്നെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വേറെ ആവശ്യത്തിന് വരാനുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇതും കൂടെ റേഷൻ കിട്ടി എല്ലാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ സാധനങ്ങൾ വാങ്ങി ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഒരുപാട് ഓഫറുകളൊക്കെ സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ ഓഫറിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്നുണ്ട്. കിട്ടി അല്ലേ? സ്ഥിരമായിട്ട് വരുന്നുണ്ട്. സ്ഥിരമായിട്ട് എപ്പോഴും വരും. കിട്ടി. അല്ല, വാങ്ങിച്ചു. ജയ ഇഷ്ടം.
ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. 3 ഇനം അരിയുണ്ട്, അതോടൊപ്പം തന്നെ പച്ചരിയുണ്ട്, മറ്റ് കറി മസാലകൾക്കെല്ലാം തന്നെ 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കറി മസാലകൾ എടുക്കുമ്പോൾ 9 രൂപ വരെയുടെ മാറ്റം ഇവിടെ ലഭ്യമാകും. പൊതുവിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളുള്ള മാറ്റം ലഭ്യമാകും. ഈ റാക്കുകളിലൊക്കെ നോക്കാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ വന്നാൽ പച്ചക്കറി മാത്രം പുറത്തു നിന്ന് വാങ്ങിയാൽ മതി എന്ന തരത്തിൽ ആണ് കാര്യങ്ങളുള്ളത്. മറ്റെല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. കറി മസാലകൾ, 3 തരം അരി, പച്ചരി എല്ലാം തന്നെ ലഭ്യമാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ നിറഞ്ഞ ചിരിയോടെയാണ് സംസാരിക്കുന്നത്. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരെല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ 2 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സ്പെഷ്യൽ ഓഫർ കൂടി ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ പ്രത്യേകം എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സിജു കണ്ണൻ പറഞ്ഞതുപോലെ കാസർഗോട്ടും നിറഞ്ഞ ചിരികളും ഒപ്പം തന്നെ നിറഞ്ഞ റാക്കുകളും സംതൃപ്തരായ നീണ്ട ക്യൂവും എല്ലാം തന്നെയാണ് കാസർഗോട്ടും കാണാൻ കഴിയുന്നത്. ഓണവിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടൽ, സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റുകളിലെ ജനങ്ങളുടെ തിരക്കാണ് വിവിധ ജില്ലകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ചേരുകയാണ്. സുനിൽ, തൃശ്ശൂർ പൂരം കഴിഞ്ഞാലും പൂരത്തിൻ്റെ ആവേശത്തിലും പൂരക്കാഴ്ചകൾ തന്നെയാണ് തൃശ്ശൂരിൽ. വിവാദങ്ങളുടെ പൂരം, ഇപ്പോൾ ഇനി ഓണപ്പൂരം. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഓണപ്പൂരം? തൃശ്ശൂർ ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും വിപണി ഇടപെടലിനായി സർക്കാർ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സപ്ലൈകോയുടെ ഓണം സ്റ്റോളുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ വിപണന കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്താണ് പ്രധാനമായും സപ്ലൈകോയുടെ ഓണ വിപണി ആരംഭിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ പച്ചക്കറി സ്റ്റോളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ വിവിധ വിപണന കേന്ദ്രങ്ങളും സജീവമാണ്. ഇവിടങ്ങളിലെല്ലാം ധാരാളം ആളുകളാണ് സാധനങ്ങൾ വാങ്ങാനായി ഓരോ ദിവസവും എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 13 ഇന സാധനങ്ങൾ സബ്സിഡി നിരക്കിലാണ് നൽകുന്നത്. മട്ടയരി, കുറുവയരി, ജയരി അടക്കമുള്ള അവ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പയറും മുളകും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിനു പുറമെ സബ്സിഡി നിരക്ക് അല്ലാതെയും ആളുകൾക്ക് സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്ഡ് ഐറ്റംസും സപ്ലൈകോയുടെ വിവിധ വിപണികളിലുണ്ട്. നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഓണച്ചന്തകൾ നടത്തുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലാണ് ഓണച്ചന്തകൾ വരുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലും ഓണച്ചന്തകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം തന്നെ വളരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും നാടൻ പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇത്തവണ സർക്കാർ പതിവ് പോലെ ഓണ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. വില കുറവ് കാരണം വന്നതാണ്. മിളക്, പരിപ്പ്, പഞ്ചസാര, മല്ലി, പയറ്, ജീരകം പുറത്തുള്ളേക്കായും 4 രൂപ കുറവുണ്ട്. അതിലൂടെ വില കുറവുണ്ട്, കുറവാണ്. ചിലതിനൊക്കെ വിൽക്കുന്നതും കുറവുണ്ട്. വെള്ളത്തിനാകും പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പലതിനും വില കുറവുണ്ട്. എല്ലാവർക്കും സമൃദ്ധമായ രീതിയിൽ തന്നെ തങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിപണി ഇടപെടലിനായി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള ഓണ വിപണികൾക്ക് പുറമെ മാവേലി സ്റ്റോറുകളിലും എല്ലാ അവശ്യ സാധനങ്ങളും ആളുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. എല്ലാ വിപണന കേന്ദ്രങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അല്ലെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതിനോട് നടത്തുന്നത്. കാരണം നല്ല സാധനം വില കുറഞ്ഞ് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഓണം വിപുലമായി തന്നെ ആഘോഷമാക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിപണന കേന്ദ്രങ്ങൾ ഓണവിപണിയിൽ ഇടപെട്ടുകൊണ്ട് നേരത്തെ തന്നെ സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ച് ഇത്തരം വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഓണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടായിരിക്കും പച്ചക്കറിയുടെ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ഇതിൽ കൃഷി വകുപ്പും ഇടപെട്ടുകൊണ്ട് വിപണന കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എങ്ങനെയാണ് കണ്ണൂരിലെ ഓണവിപണിയുടെ ഒരു രീതി? ഓണവിപണി സജീവമാകുമ്പോൾ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലും സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമെല്ലാമുള്ള ഓണച്ചന്തകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊതുവിപണിയിൽ സാധനങ്ങൾക്കെല്ലാം വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഇത്തരത്തിലുള്ള വിതരണ സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ചെറിയ വിലക്ക് പൊതുവിപണിയേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ്
നിരവധി ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഇത്തരത്തിലുള്ള സ്റ്റോറുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഈ സപ്ലൈകോയുടെ 12 ഓണം ഫെയറുകളും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ 121 ഓണം ഫെയറുകളുമുണ്ട്. സർക്കാർ സബ്സിഡി നൽകുന്ന 13 ഇന സാധനങ്ങളുണ്ട്. അത് വാങ്ങുന്നതോടൊപ്പം തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, എല്ലാ തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളും ഈ സ്റ്റോറുകളിലുണ്ട്. ഒരു സ്ഥലത്ത് പോലും സാധനം ഇല്ലാത്ത ഒരവസ്ഥ നേരിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഡിപ്പോകളിലെല്ലാം തന്നെയും സാധനങ്ങൾ, ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തീരുന്നതിനനുസരിച്ച് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഈ തിരക്ക് അനുഭവപ്പെടാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഈ ഓണം ഫെയറുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് സാധനങ്ങൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ബില്ല് ചെയ്ത് സാധനങ്ങളുമായി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു സംവിധാനങ്ങൾ തന്നെ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം. സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായി ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണത്തോടു കൂടിയുള്ള ഓണച്ചന്തകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൊതുവിപണിയിൽ അരിക്കും വെളിച്ചെണ്ണയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾക്കുമെല്ലാം തന്നെ വലിയ വില കൂടുതലുള്ളപ്പോൾ 40% വിലക്കുറവിൽ 10% മുതൽ 40% വരെയുള്ള വിലക്കുറവിൽ ഈ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓണം ഫെയറുകളിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഫെയറിലെ സാധനങ്ങൾക്ക് വിലക്കുറവാണ്? നമ്മൾ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറിൻ്റെ അതേ വിലയിൽ സപ്ലൈകോൻ്റെ സ്ഥാപനം തന്നെയാണല്ലോ, വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ക്യൂ നിന്നിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. മറ്റുള്ള സാധനങ്ങളും സബ്സിഡി സാധനം മാത്രമല്ല മറ്റ് സാധനങ്ങൾക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റുള്ള എല്ലാ തരം ഓണ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും 10 മുതൽ 40% വരെ വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഫെയറിലേക്ക്. ഏതായാലും താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സപ്ലൈകോയുടെ ഓണം ഫെയറുകളുണ്ട്. അതോടൊപ്പം തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് സപ്ലൈകോയുടെ ഓണം ഈ ഫെയറുകൾ, ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകളെല്ലാം തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല കണ്ണൂരിലാകട്ടെ കേരള ദിനേശിൻ്റെ എല്ലാം നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും വലിയ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സ്ഥിതിയുണ്ട്. സാധനങ്ങൾ കൃത്യമായും സ്റ്റോക്കുണ്ട്. അത് ഈ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഈ ഓണം ഫെയറുകളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ തിരക്ക് ഓണവിപണി സജീവമാകുമ്പോൾ ഈ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഓണച്ചന്തകളിലുണ്ട്. സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും അതോടൊപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ ഓണച്ചന്തകളിലുണ്ട്. ഈ വിലക്കുറവ് തന്നെയാണ് ഇവിടെ എത്തുന്നവർ ഏറ്റവും വലിയ ഒരു ആകർഷകമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടേക്ക് ഈ തിരക്ക് അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവിപണിയിലുള്ളതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ തിരക്ക്, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വിലയാണ്, വിലക്കുറവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ ഇവിടേക്ക് അടുപ്പിക്കുന്നത്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള ഓണവിപണിയുടെ വിവരങ്ങൾ നൽകിയതിന്. ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ള വിപണി ഇടപെടലുകളെ സംബന്ധിച്ചിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ളവരുമായി KT സാലിഹ് ചേരുകയാണ്. സാലിഹ്, എങ്ങനെയാണ് മലപ്പുറത്തെ സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളിലുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളിലുള്ള ഒരു ജനത്തിരക്ക്? മലപ്പുറത്തെ സപ്ലൈകോയുടെ ഓണച്ചന്തയിലാണ് ഞാനുള്ളത്. വലിയ തിരക്ക് ഉണ്ട്. എന്നാണ് ഇത് തുടങ്ങിയത്? നമ്മുടെ മാനേജർ കൂടിയാണ്. 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക്. എങ്ങനെയാണ് ആളുകളൊക്കെ വരുന്നുണ്ട്? ആളുകൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. നല്ല സെയിലുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് നിലവിൽ? എല്ലാ സാധനങ്ങളും, സബ്സിഡി സാധനങ്ങളും മുഴുവനും ഉണ്ട്. എല്ലാത്തിനും വില കുറവുണ്ട്. നോൺ മാവേലി സാധനങ്ങളുടെ 2 മുതൽ 4 വരെ എക്സ്ട്രാ 10% വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നഗരത്തിലെ ഏതാണ്ട് പൊതുവെ മറ്റു കടകളിലുള്ളതിനേക്കാളൊക്കെ വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ. നല്ല തിരക്കാണ്. നല്ല തിരക്കുണ്ട്. ഈ എല്ലാ സാധനങ്ങളും ഉണ്ട്. നേരത്തെ സർക്കാർ പറഞ്ഞ സാധനങ്ങളെല്ലാം അരി ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആണ്. തീർച്ചയായും വലിയ തിരക്കുണ്ട്. നമുക്ക് കാണാം, ആളുകൾ നീണ്ട ലൈനായി നിൽക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോ? സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ വാങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് പൊതുവിപണിയെ അപേക്ഷിച്ച്? പൊതുവിപണിയെ അപേക്ഷിച്ച് വിലക്കുറവുണ്ട്. പക്ഷേ കുറച്ചും കൂടി കൂട്ടി സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി കസ്റ്റമർ വരും. കാരണം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കിലോന്
പഞ്ചസാര അതേമാതിരി വെളിച്ചെണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേശ്ശല്ലേ കിട്ടുന്നുള്ളൂ. അത് കുറച്ചുകൂടി കൂടുതൽ ഒരു 2 കിലോനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലേറെ കസ്റ്റമർ ഉണ്ടാവും. ഈ അത്യാവശ്യത്തിന് കുഴപ്പമില്ല, അത്യാവശ്യത്തിന് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി. എന്തൊക്കെ വാങ്ങി? ഞങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കുള്ളതൊക്കെ വാങ്ങി. ഓണത്തിനുള്ളതൊക്കെ ആയോ? ആയി. സാധാരണ ഇങ്ങനെ സപ്ലൈക്കോടെ ചന്തയിൽ വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? അത് വാങ്ങിയോ? വാങ്ങി. അരിയൊക്കെ വാങ്ങിയോ? അരി വാങ്ങി. വില വ്യത്യാസമുണ്ടോ? സബ്സിഡി വില വ്യത്യാസമുണ്ട്. തീർച്ചയായും ഇങ്ങനെ വിവിധ ആളുകൾ എത്തിയിട്ടുണ്ട്. ആളുകൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു, വലിയ തിരക്കുണ്ട്. വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എടുത്തു? സബ്സിഡിയുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടോ? എന്താ ഒരു അഭിപ്രായം? അത്യാവശ്യം എവിടെ പറഞ്ഞപ്പോൾ കുറഞ്ഞ സാധനത്തിലല്ലേ സബ്സിഡി ഉള്ളൂ, അത് കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നു. അതെല്ലാം ഉണ്ടോ ഇവിടെ? ഉണ്ടെന്ന് വിചാരിക്കുക, എടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ തിരക്കുണ്ടായിരുന്നു. കുറേ നേരമായി എത്തിയിട്ട്? ഇല്ല, അരമണിക്കൂറായിട്ടുള്ളൂ. കൂടുതൽ തിരക്കൊന്നുമില്ല, നോർമലാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്നു? വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ കൗണ്ടർ തിരിച്ചുകൊണ്ട് സുഖമായി യൂട്യൂബിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്തില്ല വന്നിട്ട് ബില്ലടിച്ച് പോവുകയും ചെയ്യാം. ഉഷാറാണ്. ഓക്കെ, തീർച്ചയായും ആളുകൾ വാങ്ങി വളരെ സുഖമായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മലപ്പുറത്തെ സപ്ലൈകോ ഓണം വിപണന മേളയിൽ സന്തോഷവാന്മാരാണ് അവിടെ എത്തുന്ന ആൾക്കാരും. ഒപ്പം തന്നെ സ്വാലിഹിൻ്റെ മുഖത്ത് നിന്നും ആ സന്തോഷം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും സ്വാലിഹാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകി. ഇനി പാലക്കാട് നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കോട് ചേരുകയാണ്. സച്ചിൻ, നിലവിൽ നമ്മൾ കണ്ടതാണ്, മന്ത്രി നമുക്കൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വിവിധ ജില്ലകളിലെ ഈ സപ്ലൈകോ ഫെയറുകളിലെ ജനത്തിരക്ക് 1500 രൂപ സാധനം വാങ്ങാൻ വന്നവർക്ക് 1000 രൂപ കൊണ്ട് 1000 രൂപയ്ക്ക് 500 രൂപ പോക്കറ്റിൽ തിരികെ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ്. അത്രയ്ക്ക് വില കുറഞ്ഞ ഒരു തരത്തിലെ ഒരു വിലക്കുറവിൻ്റെ ഓണം എന്ന തരത്തിൽ തന്നെ പറയാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് പാലക്കാട്ടെ ഒരു ഓണക്കച്ചവടം പൊടിപൊടിക്കുന്നത്? ഓണം ആഘോഷമാക്കാൻ പാലക്കാട്ടെ ജനതയും ഒത്തൊരുമിച്ചാണ് സപ്ലൈകോയിലും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലക്കാടിലുള്ള കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് സപ്ലൈകോവും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിലും ഓണം വിപണന മേള ആരംഭിച്ചത്. നിരവധി സാധനങ്ങളാണ്, 13 ഇനം സാധനങ്ങളാണ് ഇവിടെ സബ്സിഡിയോടുകൂടെ നൽകുന്നത്. 88ഓളം ചന്തകളാണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ട്. ചേട്ടാ, ഓണത്തിൻ്റെ ഭാഗമായിട്ട് അതെ, എല്ലാ സാധനത്തിനും വില കുറവുണ്ട്. അത് കാരണം പുറത്തേക്കാട്ടും വില കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ പുറത്തുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഏകദേശം ഉണ്ടോ? ഏകദേശം എല്ലാം ഉണ്ട്, എല്ലാം ഏകദേശം ഉണ്ട്. ഇത്തവണ നല്ല രീതിയിൽ ഓണം ഉഷാറാക്കാം. നല്ല രീതിയിൽ ഓണം ഉഷാറാക്കണം. ഇത്തരത്തിൽ സന്തോഷകരമായ കാര്യം തന്നെയാണ് ജനങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓണത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു കരുതലാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോയിലും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിലും വലിയ രീതിയിൽ സബ്സിഡിയോടുകൂടിയാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാലക്കാട് ജില്ലയിലെ 75 കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ 13ഓളം സപ്ലൈകോ സ്ഥാപനങ്ങളിലടക്കം 88ഓളം സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഓണച്ചന്തകൾ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 200ഓളം വിപണനശാലകളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രത്യേക ചർച്ചാ പരിപാടി ഒപ്പമുണ്ട് സർക്കാർ ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജിആറിനിൽ, ഒപ്പം തന്നെ ഞങ്ങളുടെ വിവിധ ജില്ലകളിലെ എല്ലാ പ്രതിനിധികൾക്കും. ഈ ചർച്ചാ പരിപാടിയോട് അവസാനിക്കുകയാണ്.